അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മതപ്രഭാഷണ സദസ്സിൽ ഈ ഉള്ളവൻ നടത്തിയ ഒരു മതപ്രഭാഷണത്തിൻ്റെ പ്രസക്തമായ ഒരു വിഷയം സംസാരിച്ചതിൻ്റെ സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആ പറയപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് ദീനിയായ ഇൽമുകളുണ്ട്, അതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തിക്കുകയാണ്. അതെല്ലാവരും കാണുക. സ്വാലിഹായ സന്താനങ്ങളെ കിട്ടാൻ എത്ര പേര് കൊതിക്കുന്നു. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. കാരുണ്യഗ്രഹമാണ് ഉമ്മയുടെ ഗർഭപാത്രം എന്നാണ് കാരുണ്യഗ്രഹം. നിങ്ങളോടാ പറയണേ, ഒന്ന് ഓർത്തു നോക്കിയേ, വീണ്ടും ഓർമ്മയിലേക്ക് പോകട്ടെ. ആദ്യത്തെ ഗർഭം, അതിൽ ഭക്ഷണം കഴിക്കുമ്പോ അല്ലേ, മീൻ പൊരിച്ചോ എനിക്കത് ഇഷ്ടമല്ല. മുറി പോയിരിക്കുമ്പോ ചിലപ്പോ അത്തറിന്റെ മണം ഉണ്ടാകും. ഭർത്താവ് അത്രക്കടിച്ചു അത്തറിന്റെ മണം അല്ലേ, എന്ത് മണം വന്നാലും ഛർദിക്കാൻ വരുന്നു. പുളിച്ച് തികട്ടലാണ് ഗ്യാസ്, വയറിങ്ങനെ ഭയങ്കര വീർത്ത പോലെയൊക്കെ തോന്നും. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കാലില് നീര് വന്നു, സന്ധികൾക്ക് വേദന, എന്താ ഒരു പറയാൻ പറ്റാത്തൊരു അസ്വസ്ഥതയാണ്. അങ്ങനെ ഉണ്ടാവും. അതാണ് ആ ഉമ്മയുടെ മഹത്വം അവിടെ വരുന്നത്. പിന്നെയോ ഒരു 6 മാസം 7 മാസം 8 മാസമായി കഴിഞ്ഞാൽ പിന്നെ ബേജാറാണ്. ഇങ്ങനെ കിടക്കുമ്പോ ഒരു ഉന്തും തള്ളൊക്കെ അവിടെ നിന്ന് കിട്ടണം. ചിലപ്പോ കാലൊക്കെ ഇങ്ങനെ പൊങ്ങി വരും അല്ലേ. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം കുട്ടി ചവിട്ടിയില്ല എങ്കിൽ, വയറ്റിൽ ചവിട്ടിയില്ല എങ്കിൽ കുട്ടി അനങ്ങല്ലാട്ടാ, കുട്ടി അനങ്ങല്ല. നമ്മുടെ പെണ്ണുമ്പോൾ ഒച്ചപ്പാടും ബഹളം, ഇതൊന്നും കുട്ടി അനങ്ങല്ലാട്ടാ. എന്നിട്ട് പിന്നെ ചൂടുവെള്ളം എന്തൊക്കെ കൊടുത്ത് എന്തൊക്കെ ചികിത്സേണ്ടത്. കഞ്ഞിവെള്ളം കുറെ കുടിച്ചാല് ചരിഞ്ഞു കിടന്നാൽ കുട്ടി പിന്നെ അനങ്ങുന്നു. അങ്ങനെയൊക്കെ കൊണ്ട് ഒരു വയസ്സന്മാരുടെ ഒരുപാട് നുറുങ്ങുവിദ്യകളുണ്ട്. അപ്പൊ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ. ഞാൻ എന്റെ ഉമ്മയെ പറ്റി ചിന്തിക്കേണ്ടത് 28 വർഷം മുമ്പാണ്. എനിക്കിപ്പോ 28 വയസ്സാണ്. ഞാൻ എന്റെ ഉമ്മയുടെ ആ പ്രസവവുമായി ബന്ധപ്പെട്ട ആ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം മനസ്സിലാക്കേണ്ടത് 28 വർഷങ്ങൾക്ക് മുമ്പാണ്. 28 വർഷങ്ങൾക്ക് മുമ്പുള്ള കവലയൂർ ജംഗ്ഷനും ഇന്നത്തെ ജംഗ്ഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പൊ 28 വർഷം മുമ്പ് നമ്മൾ ഈ കണ്ടതാണോ? പോരാ, വർക്കല ഇങ്ങനെയായിരുന്നു, തിരുവനന്തപുരം ഇങ്ങനെയായിരുന്നു. ഇന്ന് ഉള്ള എത്രയോ ഹോസ്പിറ്റലുകൾ അന്നില്ല. പ്രസവരക്ഷാ മരുന്നുകൾ അന്നില്ല. ഹോസ്പിറ്റലുകൾ കുറവാണ്. വിറ്റാമിൻ ഗുളികകൾ ഇല്ലാത്ത ഒരു കാലമാണ്. ആ സമയത്താണ് നമ്മുടെ ഉമ്മ നമ്മളെ 28 വർഷം മുമ്പാണ്. 60, 70 അല്ലെ 55 വയസ്സുള്ള ആളുകൾ നമ്മുടെ ഉമ്മമാരുടെ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്കിന്ന് റെസ്റ്റാൻ, ഓൾക്ക് റെസ്റ്റാ. എന്താ, വെറുതെ ഇങ്ങനെ കിടന്നാ മതി. മൊബൈല് ഹെഡ്സെറ്റ്. നമ്മൾ എന്റെ ഉമ്മമാരോട് പറയാനുള്ളത്, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. എത്രയോ ആളുകൾ കൊതിക്കുന്നു വയറൊന്ന് വീർക്കാൻ. നല്ല സ്വാലിഹായ സന്താനങ്ങളെ കിട്ടാൻ എത്ര പേര് കൊതിക്കുന്നു. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. ഒരിക്കലും ഗർഭപാത്രത്തിലെ കുഞ്ഞുണ്ട് എന്നറിഞ്ഞത് മുതൽ ആ കുട്ടിയെ പ്രസവിക്കുന്നത് വരെ ഒരൊറ്റ മനുഷ്യന്റെ കുറ്റം പറയാൻ പോകരുത്. ഒരൊറ്റ മനുഷ്യന്റെ കുറ്റം പറയാൻ പോകരുത്. പോയാൽ അത് കുട്ടി കേൾക്കും. സിനിമാ പാട്ട് കേൾക്കണ്ട. ഒരു റീഫ്രഷിങ്ങിന് വേണ്ടി സ്കാനിങ് 6-ാം മാസത്തിലെ സ്കാൻ കഴിഞ്ഞ് പതിയെ ഇങ്ങനെ വന്ന് സ്നേഹത്തോടെ ഭർത്താവ് അന്ന് കുറച്ചു നേരം കിടന്നോ, ഓള് കിടന്നിട്ട് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുകയാ, സിനിമാ പാട്ട് കേൾക്കുകയാ. അത് റെസ്റ്റ് അല്ല, അത് ആ കുട്ടിയെ നോവിക്കലാണ്. അതുകൊണ്ട് ആ സമയത്ത് ഒന്നെങ്കിൽ ഖുർആൻ കേൾക്കുകയോ, അല്ലെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ കിടക്കുകയോ ചെയ്യണം. ഒരിക്കലും ഹറാമായ സംഗീതം കേൾക്കുകയോ ഹറാമായത് കാണുകയോ ചെയ്യരുതേ. കുട്ടി ആ രൂപത്തിലാകും. അല്ലാഹു കാക്കുമാറാവട്ടെ. ഖുർആൻ പറയുന്നു, രണ്ടാമത്തെ ഉമ്മയുടെ പ്രത്യേകത വേദന സഹിച്ചുകൊണ്ടാണ് ഉമ്മ പ്രസവിച്ചതെന്നാണ്. നമ്മുടെ ശരീരം താങ്ങുന്ന വേദന 48 ഡെൽ വേദനയാണ്. 48 ഡെൽ വേദനയാണ് നമ്മുടെ ശരീരം സഹിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ സഹിക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റില്ല എന്നാൽ, അങ്ങനെ വേദന സഹിച്ചാൽ അവസാനം മരണം വരെ സംഭവിക്കുമെന്നാണ്. എന്നാൽ ഒരു പെണ്ണ് അവളുടെ മോളെ അല്ലെങ്കിൽ മോനെ പ്രസവിക്കുന്ന സമയത്ത് ശാസ്ത്രം പറയുന്നു 54 ഡെൽ വേദനയാണ്. 48 കഴിഞ്ഞു, 49, 50, 51, 52, 53, 54 കൂടുകയാണ് ഓരോ ഡെല്ലും വേദന.
24 എല്ലുകൾ ഒരുമിച്ചൊടിക്കുന്ന വേദനയാണെന്നാണ്. നമുക്കൊന്ന് നഖം മുറിക്കുമ്പോ തന്നെ ഒന്ന് കയറിപ്പോ എത്ര പ്രയാസമാ അല്ലെ? നഖം മുറിക്കുമ്പോൾ ഒന്ന് കയറിപ്പോയാ പിന്നെ എന്ത് വേദനയായിരിക്കും. അതിന്റെയൊക്കെ എത്രയോ മടങ്ങ് വേദനയാണ്. അപ്പൊ പറഞ്ഞു വന്നത് നഫീസത്ത് മാല പണ്ട് ഓതുമായിരുന്നു. നഫീസത്ത് മാല ഓതും. ഞാൻ മുമ്പ് നിന്ന ഒരു മഹല്ല് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തൊരു മഹലിലാണ് നിന്നത്. അവിടെ 98 വയസ്സുള്ള ഒരു ഉമ്മയുണ്ട്. ഇന്നും കണ്ണിന് ചെറിയ കാഴ്ചക്കുറവ് ഉണ്ടെന്ന് വെച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല, ഓടിച്ചാടി നടക്കുന്നുണ്ട്. ആ ഉമ്മ ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ആ വീട്ടിൽ ചെല്ലും. ആ വീട്ടിൽ ചെന്നിട്ട് ആ പെണ്ണിന്റെ അടുക്കലിരുന്ന് നഫീസത്ത് മാല പാടുമെന്നാണ്. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉൻ മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഗുൻ സഅദുല്ലാഹ് മുസ്തഫ മുസദ്ദിഖുൻ മുജീബുൻ ഹബീബുല്ലാഹ് മുൻദിറുൻ മുബശ്ശിറുൻ മുബറുൻ കലീമുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉമ്മ നമ്മളെ പ്രസവിച്ചത് പ്രയാസത്തിന്റെ മേൽ പ്രയാസം, വേദനയുടെ മേൽ വേദന, ക്ഷീണത്തിന്റെ മേൽ ക്ഷീണ, തളർച്ച, അസ്വസ്ഥത എല്ലാമായിട്ടാണ്. ആദ്യത്തെ പ്രസവം ഓർത്തു നോക്കിയേ. പണ്ടൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ നഫീസത്ത് മാല കേട്ടിട്ട് പണ്ട് പ്രസവം എടുക്കാൻ വരുന്ന അമ്മമാര് അത് ഹൈന്ദവരാണെങ്കിലും പറയും നിങ്ങളുടെ നാമം ചൊല്ലിക്കോ എന്ന് പറയും. അപ്പുറത്തെ മുറിയിൽ നിന്നിട്ട് നിങ്ങളുടെ നാമം ചൊല്ലിക്കോ. അപ്പൊ എന്താ നമ്മൾ പറയാറ്? നഫീസത്ത് മാല നമ്മൾ ഓതും. നഫീസത്ത് മാല കേട്ടിട്ട് പ്രസവിച്ചവർ എന്താ നഫീസത്ത് മാല? തല്ലുമാല അറിയാം അല്ലെ? തല്ലുമാല അറിയാം, നഫീസത്ത് മാല അറിയില്ല. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എത്ര ദുആ ചെയ്താലും നമുക്ക് മതിയാവില്ല. ഈ സുഖപ്രസവം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും വേദനയൊന്നും ഇല്ലാതെ വെറുതെ സുഖമാണ്. നല്ല വേദനയാണ്. ഇപ്പൊ ആ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത്, ഇപ്പൊ സിസേറിയന കീറലാണ്, അത് അതിലും വലിയ വേദനയാണ് അല്ലേ? പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഒരു വേദനയാ ആ സ്റ്റിച്ചിന്റെ അവിടെ. പിന്നെ രണ്ടാമതും സിസേറിയൻ, അവിടെ തന്നെ വീണ്ടും കീറുകയാണ്. അപ്പൊ ഇന്നത്തെ ചെറുപ്പക്കാരികളെ സംബന്ധിച്ചിടത്തോളം കീറലാണ് അവർക്ക് ഇഷ്ടം. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? പ്രസവം. പക്ഷെ പ്രസവം നടക്കാതിരുന്നാൽ ഒരുപക്ഷെ നമുക്ക് സിസേറിയൻ വേണ്ടി വരും. പക്ഷെ മനസ്സിൽ ആഗ്രഹിക്കേണ്ടത് അതായത് ആ ഉമ്മയുടെ യഥാർത്ഥ മഹത്വം ഉണ്ടാവുന്നത് അവിടെയാണ്. മഹത്വം ഇല്ലാന്ന് സിസേറിയൻ ചെയ്ത പെണ്ണുങ്ങളൊക്കെ കൊള്ളൂലെന്നോ അല്ലെങ്കിൽ മഹത്വം ഇല്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ മാതാവിന്റെ മഹത്വം അത് മക്കൾക്ക് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ, മക്കളോട് പൂർണ്ണമായ കാരുണ്യം ഉണ്ടാവണമെങ്കിലും പ്രസവമാണ് നല്ലത്. അതുകൊണ്ട് അങ്ങനെ ദ്വാരക്കണം. പിന്നെ ബാക്കിയൊക്കെ അള്ളാന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ഈ ഗർഭപാത്രം എന്ന് പറയല്ലോ, ഗർഭപാത്രത്തിന് അറബിയിൽ പറയുന്ന പേര് റഹം എന്നാണ്. റഹം. ഇതേ വാക്കിൽ നിന്നാണ് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന പേരുണ്ടായത്. അതേ വാക്കിൽ നിന്നാണ് റഹ്മത്ത് എന്ന പദമുണ്ടായത്. എല്ലാത്തിന്റെയും അർത്ഥം എന്താ? കാരുണ്യമെന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരായത് ഉമ്മയുടെ തർബിയത്തിലാണെന്നാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നത്, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വലിയ ശിക്ഷണത്തിലായിരുന്നു മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്. പിന്നെയോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. മഹാനവറുകൾ വളർന്നത് തന്റെ പെറ്റുമ്മയുടെയും പോറ്റുമ്മയാകുന്ന ആസിയ ബീവിയുടെയും അതാ വലിയ ശിക്ഷണത്തിലായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ ഉമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. എന്തിന് പറയണം?
മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ ആമിന ബീവിയുടെയും മഹദിയായ ഹലീമ ബീവിയുടെയും അതാ സംരക്ഷണത്തിലല്ലേ വളരുന്നത്. പിന്നെയോ ഈ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ചരിത്രം പറയുമ്പോ നമ്മളൊക്കെ എത്രയോ പറഞ്ഞവരാണ്, എത്രയോ കേട്ടവരാണ്. അദ്ദേഹം ചെറുപ്രായത്തില് ഉമ്മയുടെ വസിയ്യത്തുമായിട്ട് പോവുകയാണ്. മോനെ കളവ് പറയരുത് മോനെ, കളവ് പറയരുത് മോനെ. ആ ഒരൊറ്റ സന്ദേശത്തിലല്ലയോ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ വലിയ പദവികൾ അലങ്കരിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഉമ്മ വളർത്തിയ മക്കളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. അറിയുമോ മഹാനായ ഇമാം ശാഫിഈ തങ്ങളെ ഉമ്മ വളർത്തിയ കുട്ടിയല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയ ഹദീസ് ഗ്രന്ഥമാകുന്ന മഹാനായ സ്വഹീഹുൽ ബുഖാരി മഹാനായ ബുഖാരി ഇമാം എഴുതിയിട്ടുള്ള രചിച്ചിട്ടുള്ള സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന മഹത്തമായ ആ ഗ്രന്ഥം. എന്താ മഹാനവറുകൾ അങ്ങനെ വലിയ സ്ഥാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്തെന്നറിയോ? ജനിച്ച സമയത്ത് മഹാനായ ഈ ബുഖാരി ഇമാമിന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഒരുപാട് മഹാനവറുകളുടെ ഉമ്മ ദുആ ചെയ്തിട്ടാണ് മഹാനവറുകൾക്ക് കാഴ്ച കിട്ടിയത്. ആ ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ആ ഉമ്മ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ പൊന്നുമോന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. തിരിച്ചു കൊടുക്കുക മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കണ്ണിന്റെ കാഴ്ച എന്റെ മോന്റെ മേൽ നീ പതിപ്പിക്കണേ അല്ലാ എന്ന് ആ ഉമ്മ ദുആ ചെയ്തത് കൊണ്ടല്ലേ ഇന്ന് ലോകത്ത് കടന്നു വന്നിട്ടുള്ള, കഴിഞ്ഞുപോയ, ജീവിച്ചിരിക്കുന്ന, ഇനി വരാനുള്ള മുഴുവൻ എല്ലാ മുഅ്മിനീങ്ങളും അതാ ഒരു പ്രാവശ്യമെങ്കിലും അവർ പറയുന്നല്ലോ. മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ പേര് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കിതാബ് പരിശോധിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം എഴുതിയ കിതാബ് കാണുന്നുണ്ടല്ലോ. എന്തേ കാരണം? ആ ഉമ്മയുടെ ഒറ്റ ഒരു ദുആയാണ്. അതുകൊണ്ട് ഉമ്മമാരുടെ ദുആ, ഉമ്മയുടെ ശ്രേഷ്ഠത എത്ര പറഞ്ഞാലും മതിയാവില്ല. ഉമ്മമാരുടെ ദുആ കിട്ടിയ മക്കളാണ് ലോകത്ത് വലിയ ആളുകളായിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഉമ്മയുടെ മഹത്വം, ഒരു പെണ്ണിന്റെ മഹത്വം, ഒരു ഭാര്യയുടെ മഹത്വം മനസ്സിലാകണോ? നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടാൽ മതി. എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ മർഅതു ഫീ ഹംലിഹാ المرأة في حملها إلى وضعها إلى فصالها. ഒരു പെണ്ണ് അവൾ ഗർഭിണിയായത് മുതൽ പ്രസവിക്കുന്ന സമയത്തും പാല് കൊടുക്കുന്ന സമയത്തും അവൾ ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കൽ മുറാബിതി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ധർമ്മസമരം, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവളെ പോലെയാണ്. ഗർഭിണിയായ ഉമ്മമാരെ, പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള ഉമ്മമാരെ, കുട്ടിക്ക് 2 വയസ്സ് വരെ മുലപ്പാല് കൊടുക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കൽ മുറാബിതി ഫീ സബീലില്ലാഹ്. എന്താ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം? നിങ്ങളുടെ മഹത്വം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരെ പോലെയാണ്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വഇൻ മാതത് ഫീമാ ബൈന ദാലിക ഫഇന്ന ലഹാ അജ്റു ഷഹീദ്. ഈ ഒരു അവസരത്തില് ഗർഭിണിയാകുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ പ്രസവാനന്തരമോ അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്ന 2 വർഷത്തിന്റെ ഇടയിലോ ആ പെണ്ണങ്ങാനം മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവൾക്ക് ഷഹീദിന്റെ കൂലിയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എത്രയോ സഹോദരന്മാർ
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്രയോ സഹോദരന്മാരാണ് ജുമുഅ നമസ്കാരത്തിന് മുമ്പ് റൂമിലേക്ക് വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇപ്പോ 2 വർഷമായി, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 16, അല്ലെങ്കിൽ എന്നെ പ്രസവിച്ചതിന് ശേഷമാണ്, എന്റെ പ്രസവാനന്തര ശേഷമാണ് എന്റെ ഉമ്മ മരണപ്പെട്ടത്. ഒരു സഹോദരൻ വന്ന് പറഞ്ഞതാ, എനിക്കിപ്പോൾ 48 വയസ്സുണ്ട്, എന്റെ ഉമ്മ 48 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയതാണ്. ആ ഉമ്മയുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ഉസ്താദേ. എന്നെ പ്രസവിച്ച എന്നെ ഗർഭം ചുമന്ന സമയത്ത് ഒരുപാട് വേദനകൾ സഹിച്ച എന്റെ ഉമ്മാടെ മുഖം ഞാൻ കണ്ടിട്ടില്ല ഉസ്താദേ. അതുകൊണ്ട് 48 വർഷമായി എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് നിങ്ങളെന്ന് എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് എത്രയോ സഹോദരന്മാരാണ് വന്ന് പറയുന്നത്. ഉമ്മ മരണപ്പെട്ടു പോയാൽ ഉമ്മയില്ലാത്തതിന്റെ വിടവ് അത് ഒന്നും കൊണ്ട് നമുക്ക് നികത്താൻ സാധിക്കില്ല. വാപ്പ മരിച്ചാലും ഒരുപക്ഷെ ഉമ്മ കുട്ടികളെ വളർത്തും, നല്ല രൂപത്തിൽ വളർത്തും. വാപ്പ ഇല്ലാത്തതിന്റെ വിഷമം അറിയിക്കാതെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ വളർത്താൻ ഉമ്മക്ക് സാധിക്കും. പക്ഷേ ഒരു ഉമ്മയില്ലാത്തതിന്റെ വേദന അറിയാതെ ഒരു വാപ്പക്ക് ഒരു മക്കളെ വളർത്താൻ പ്രയാസമാണ്. കാരണം ഉമ്മയും കുട്ടികളും തമ്മിലുള്ള ചില ബന്ധങ്ങൾ അത് ഉമ്മക്ക് മാത്രമേ പറ്റൂ. പാതിരാത്രി വേദനിച്ച് കരയുമ്പോ, വിശന്ന് കരയുമ്പോ വാപ്പക്ക് ഉണ്ടാകുന്ന ആ വേദനയേക്കാൾ 10 മടങ്ങ് വേദനയാണ് എന്റെ കുട്ടി വേദനിക്കുകയാണല്ലോ, പ്രയാസപ്പെടുകയാണല്ലോ എന്ന് മനസ്സിൽ തോന്നി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു ഉമ്മക്ക് കഴിയുന്നത് പോലെ ഒരു വാപ്പക്ക് കഴിയില്ല എന്നാണ്. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സഹനത്തിൻ പൊരുളാണ്. ഒന്നു മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക, ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. അല്ലാഹു തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകട്ടെ. എല്ലാ വിധത്തിലുള്ള ഖൈറുകളും അല്ലാഹു ജീവിതത്തിൽ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.